അപ്പൊ എങ്ങനെയാ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സൂപ്പർ പുതിയ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ചിക്കൻ ആൻഡ് ബേക്കൺ പാസ്ത. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം, വാ. ആദ്യം തന്നെ ഇച്ചിരി ബോയിൽ ചെയ്ത പാസ്തയാണ് വേണ്ടത്. ഇത് പ്രത്യേകിച്ചൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇച്ചിരി ഉപ്പും തിളച്ച വെള്ളവും ഇട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റെഡിയാക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഇതുപോലെ കുഞ്ഞ് തിൻ സ്ട്രിപ്സ് ആയിട്ട് മുറിച്ചിടാം. കശ്മീരി മുളക് പൊടി എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പിയിലുള്ള മുളക് പൊടിയാണ്. നമുക്കൊരു 2 സ്പൂൺ ഇടാവേ. ഇതാണെങ്കിൽ ഒരു നല്ല ഇന്ത്യൻ കിക്കും കൂടെ തരും. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ പാസ്തയാണല്ലോ. നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇടാവേ. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടാവേ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല മിക്സ് ആയിട്ട് വരണേ. ഫ്രിഡ്ജ് വെക്കുന്നവർക്ക് വേണമെങ്കിൽ വെക്കാം, പക്ഷെ വെക്കാതിരുന്നാലും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് വറക്കാം. ഇതിനു വേണ്ടി ഇച്ചിരി എണ്ണ മാത്രം പാനിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി പാൻ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഫുള്ളിനകത്തേക്ക് ഇട്ടിട്ട് മുട്ട ചിക്കി പൊരിക്കുന്നത് പോലെ നമുക്ക് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുക്കായി വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കൊക്കെ ഇളക്കാൻ മറക്കല്ലേ. ഇപ്പം ഈ ചിക്കൻ അങ്ങ് ആയി വന്നു. ഇനി നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ ചിക്കൻ്റെ മിച്ചം വന്ന എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇതുപോലെ സ്ക്വയർ ആയിട്ട് മുറിച്ചേക്കുന്ന ബേക്കണും കൂടി ഒന്ന് വറുത്തെടുക്കാവേ. വേറെ എണ്ണയൊന്നും വേണ്ട, ഈ ചിക്കൻ്റെ എണ്ണ തന്നെ മതി കേട്ടോ. ഈ ബേക്കണിൻ്റെ എണ്ണ ഇറങ്ങി ആകുന്ന സമയത്ത് നമുക്ക് ഒരു ടൊമാറ്റോയും ഒരു സവോളയും മുറിക്കാം. ഞങ്ങൾ രണ്ടും കൂടെ ചോപ്പറിലേക്ക് ഒരുമിച്ചിട്ടിട്ടുണ്ട്. ചോപ്പർ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് തന്നെ കൈ കൊണ്ട് നല്ല തിന്നായിട്ട് മുറിച്ചാൽ മതി. ഇതുപോലെ കുനുകുനാന്ന് മറന്നുപോലെ ഒരൊറ്റ സവോളയും ഒരു തക്കാളിയും മാത്രം മതി ഇതിന് വേണ്ടി. ഈ സമയത്തിലേക്ക് നമ്മുടെ ബേക്കൺ നന്നായിട്ട് റെഡിയായി. ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു തുള്ളി എണ്ണ ഇടുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സവോളയും തക്കാളിയും കൂടെ ഇതിനകത്തേക്ക് ഇടാം. ഇതൊന്ന് ഇച്ചിരി വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്പിനാച്ച് ഇടാവേ. ഇത് സ്പിനാച്ച് കഴിക്കാത്ത പിള്ളേർക്കോ വലിയവർക്കാണേലും നല്ല ടേസ്റ്റി ആയിട്ട് സ്പിനാച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇത്. ഈ സവോളയുടെയും തക്കാളിയുടെയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഇത്രയും ഒന്ന് സോട്ട് ആയി വരുമ്പോഴാണ് ഇതാണ് നമ്മുടെ ഇന്ത്യൻ ട്വിസ്റ്റ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാണ്. 1 സ്പൂൺ പപ്രിക്കയോ അല്ലെങ്കിൽ 1 സ്പൂൺ കശ്മീരി മുളക് പൊടി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വറുത്ത ചിക്കൻ്റെ ഇടാം. നമ്മുടെ ബേക്കണും കൂടി ഇടാവേ. എല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ പാസ്തയും കൂടി ഇടാവേ. പാസ്ത ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. ഇനി നമ്മുടെ പാസ്തയ്ക്കകത്തേക്ക് നമ്മൾ ഡബിൾ ക്രീം ഒഴിക്കാൻ പോവുകയാണേ. ഞാൻ ഇത്രയും കുറേ പാസ്ത ഉണ്ടാക്കുന്നേക്ക് ഞാൻ ഈ 600 ml ഈ ഫുൾ ഡബിൾ ക്രീം ഇടാൻ പോവാം. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്നതിന് പാകമായിട്ട് ഇടണേ. നിങ്ങൾ ഇത്ര ഉണ്ടാക്കുന്നില്ലെങ്കിൽ പാസ്ത നനയാൻ മാത്രം അത്രയും ഡബിൾ ക്രീമേ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാസ്തയുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഒരു ബാഗ് ചെഡാർ ചീസാണ് ഇടുന്നത്. വേറെ ചീസുകൾ വെച്ച് ഇച്ചിരി സ്ട്രെച്ച് ആയി പോകും. അതുകൊണ്ട് ചെഡാർ ചീസാണ് ഇതിന് പെർഫെക്റ്റ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ സൂപ്പർ ചിക്കൻ ആൻഡ് ബേക്കൺ പാസ്ത റെഡി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസിൽ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നേ. ഇനി അടുത്ത പ്രാവശ്യം വരെ ബൈ.